ഓക്കെ, വെൽക്കം. എന്താ പറഞ്ഞോളൂ. ഞാന് ഇപ്പൊ ഒരു എക്സ് മുസ്ലിമായിട്ട് ഒരു 2 മാസമായിട്ടുണ്ടായിരുന്നു. വെറും 2 മാസം? ശരി, എന്താ സംഭവിച്ചത്? അങ്ങനെയല്ല, കുറെ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഞാൻ മരണാനന്തര ഇതിനെ കുറിച്ചിട്ടൊക്കെ ആ ചിന്തിച്ചപ്പോ അങ്ങനെ വെറുതെ വായിച്ചു നോക്കി. അപ്പൊ അതിലിങ്ങനെ ചില കാര്യങ്ങൾ എനിക്കൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് തോന്നിയത് കൊണ്ട് ആ. അങ്ങനൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കാണ്. ഓ, എന്താണ് കോൺട്രവേഴ്സ്യൽ സംഗതി? അതായത് ഈ സ്വർഗത്തിൽ ചെന്നാലേ അവിടുത്തെ കാര്യങ്ങൾ എന്താന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഉം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നരകത്തില് കുറെ സ്ത്രീകളിൽ ഒരുപാട് പേര് എന്ന് പറയുന്നത് നരകത്തിലാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നരകത്തിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് പറയുന്നത്. സ്ത്രീകളാണെന്നുള്ളത് പുരുഷന്മാര് കുറവാണ്. കുറവാണ്. ഉം. അപ്പൊ നമ്മള് ശരിക്കും മരിച്ചു ചെന്നിട്ട് ഉം. കിയാമത്ത് നാളൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ചോദ്യം വിചാരണ ഒക്കെ ചെയ്ത് നമ്മുടെ ഈ ത്രാസിൽ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമല്ല അല്ലേ? അല്ല, എനിക്കും വിശ്വാസമായില്ല. ഇതാണ് ഇവിടെ ആർഗ്യുമെന്റ്. പിന്നെ നബി പറയുന്നുണ്ട് നരകത്തിൽ കുറെ സ്ത്രീകളാണ്, കാരണം അത് കണ്ടാണല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അത് ചെയ്യേണ്ടത്. അതെങ്ങനെ നബി മുൻകൂട്ടി കണ്ടു എന്നാണ് ഇവിടെ വലിയൊരു ചോദ്യം. അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിട്ടത്. അപ്പൊ പുള്ളി കൂട്ടി സ്ക്രിപ്റ്റ് അനുസരിച്ച് പറയുന്നുണ്ട്, എനിക്കും വിശ്വാസമായില്ല എന്നുള്ളത്. അത് ആദ്യമേ പുള്ളി അത് കേട്ടാ അറിയാലോ, അത് സ്ക്രിപ്റ്റഡ് ഡയലോഗ് ആണെന്നുള്ളത്. എനിക്കും വിശ്വാസമായില്ല. ഇത് ഫുള്ള് പറയുന്ന കേട്ടിട്ട് പിന്നെ പെട്ടെന്ന് പറയാണ് എനിക്കും വിശ്വാസമായില്ല. ഇതൊക്കെ പണ്ടത്തെ ഒരു നാടകത്തിലെ ഡയലോഗാണ്. ധാരണയായിട്ടുള്ള സംസാരം പോലെ. അതെ 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 അതെ, അത് തന്നെ. അതെ അതെ, എനിക്കത് പിന്നെ ഇതിനെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യണം. അത് കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നവാസ്ക, സഫാൻ? ഇതില് ഈ ഒരു ഹദീസില് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ കാരണം അതായത് ഈ 2-3 പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതായത് ബുദ്ധിയില്ലായ്മയുടെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവരുടെ എല്ലാ ഡെഫിഷ്യൻസികളും അവർ ഈ ദാനധർമ്മങ്ങൾ കൊണ്ട് അവർക്ക് മറികടക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദാനധർമ്മങ്ങളും ചെയ്യൂല, പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി കാണിക്കായിക, അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തെ ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി കാരണം ഒരു ജീവിതകാലത്തെ മുഴുവൻ എഫർട്ടുകളും ഡിസ്മിസ് ചെയ്യുന്ന ആ ഒരു വളരെ മോശം സ്വഭാവം അവർ ഉപേക്ഷിക്കണം എന്ന സത്യത്തിൽ പറയുന്നത്. അതിൻ്റെ ആ ഒരു പറയുന്നതിനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകളായിരിക്കില്ലല്ലോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ ഇന്നത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ച സ്ത്രീകളെ കൂട്ടുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീകൾ വളരെ കമ്മിയായിരിക്കും. മുസ്ലിങ്ങൾ എന്നും ന്യൂനപക്ഷമായിരുന്നല്ലോ. അപ്പൊ ഇന്നും മറ്റു മതങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോ മുസ്ലിം സ്ത്രീകൾ അങ്ങനെ പോകണമെന്ന് അവർക്ക് അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം മുസ്ലിം സ്ത്രീകളാണ് എന്ന് നമുക്ക് നരകത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം അവർ പറയുന്നത് എങ്ങനെ മുൻകൂട്ടി കണ്ടു എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ ഖിയാമത്ത് ആള് കഴിഞ്ഞിട്ടല്ല സംഭവിക്കുന്നത്, അത് മുൻകൂട്ടി എങ്ങനെ നബിക്ക് അറിയാൻ പറ്റിയെന്നാണ് ഒരു വലിയ ചോദ്യം. അത് ഭയങ്കര രസമാണ്. അതായത് ഈ യുക്തിവാദികളൊക്കെ സങ്കല്പിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അത് അവര് സാഹചര്യത്തിനനുസരിച്ചിട്ടാട്ടോ. ചില സമയത്ത് അവര് ദൈവത്തിന്റെ എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ ക്വാളിറ്റികളും കൊടുക്കും. ചില സമയത്ത് അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സ്ട്രോമാൻ ദൈവത്തെ, ഒരു കുട്ടി ദൈവത്തെ അവർ സ്ഥാപിക്കും. എന്നിട്ട് ഇതിനൊന്നും കഴിവില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സ്ട്രോമാൻ ദൈവത്തെ അവർ ആക്രമിക്കും. അപ്പൊ ഈ ആക്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കഴിവില്ലാത്ത ഒരു കുട്ടി ദൈവമായി കഴിഞ്ഞാലേ അവർക്ക് ആക്രമിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് ഈ ലോകത്ത് തന്നെ നമുക്ക് തന്നെ ഈ സമയമുണ്ട് എന്ന് തെളിയിക്കാൻ ആരെക്കൊണ്ടാ കഴിയുക? ശാസ്ത്രീയമായിട്ട് നമുക്ക് സമയമുണ്ട് തെളിയിക്കാൻ കഴിയും? ഇല്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള തിയറികളാണുള്ളത്. അതായത് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ, സമയമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ബ്ലോക്ക് തിയറി അനുസരിച്ച് സമയം ഭൂതവും ഭാവിയും വർത്തമാനകാലവും ഒക്കെ ഒരേ സമയം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഉറുമ്പ് നടന്നു പോകുന്ന ഒരു അവസ്ഥ സങ്കല്പിക്കാം. ഉറുമ്പിന്റെ പ്രസന്റും അതുപോലെ പാസ്റ്റും ഫ്യൂച്ചറും നമുക്ക് ഒരുമിച്ച് കാണാം. പക്ഷെ ഉറുമ്പിന് ആ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാലേ അത് കാണാൻ പറ്റുള്ളൂ. നമ്മളൊരു ബ്ലോക്ക് സങ്കല്പത്തിനെ കുറിച്ച് പറയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു 2-3 പ്രകാശവർഷം അപ്പുറത്തുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് നമ്മൾ വർഷത്തിലൂടെ നമ്മൾ പ്രകാശ വേഗതയിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത്
ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യൻ നിന്ന് ഒരു രശ്മി ഇങ്ങോട്ടെത്താൻ 15 മിനിറ്റ് എടുക്കും. നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്ക് സൂര്യനെ കാണാൻ നമുക്ക് 15 മിനിറ്റ് മുമ്പുള്ള ഒരു സൂര്യനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താ വെച്ചാല് സൂര്യനെ സംബന്ധിച്ച് നമ്മുടെ പ്രസന്റ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഭൂതകാലാണെന്നുള്ളതാണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഫിലോസഫിക്കലായിട്ട് ഇതുപോലുള്ള കുറെ ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് പ്രസന്റ് മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ, പാസ്റ്റും അതുപോലെ ഫ്യൂച്ചറും നിലനിൽക്കുന്നില്ല എന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ സമയം എന്നുള്ള ഒരു സംഗതി തന്നെ അനാവശ്യമാണെന്നുള്ളതാണ്. സമയം എന്നുള്ളൊരു സങ്കല്പത്തിന് യാതൊരു പ്രസക്തിയില്ല. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ റിയാക്ഷനുകളൊക്കെ ഭാവിയിൽ, അതായത് ഭാവിയിലുള്ള ഒരു സംഗതി ഭൂതത്തിൽ വരുന്ന മറ്റൊരു കണികയുടെ അതുമായിട്ട് എൻറ്റാങ്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സമയം എന്നുള്ള ഒരു സംഗതി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു തിയറി എന്താ വെച്ചാൽ ഇതുപോലുള്ള സബ് ആറ്റോമിക് കണികളുടെ പ്രവർത്തനം മൂലം നമുക്കുണ്ടാവുന്ന ഒരു ഇല്യൂഷൻ ആണെന്നുള്ളതാണ്. പക്ഷെ സമയം ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സമയവും സ്പേസും ഫ്യൂസിലാണെന്നുള്ളത്. അതായത് സമയത്തെ നമുക്ക് സ്പേസിൽ നിന്നും വേർതിരിച്ച് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയത്തിന്റെ റിലേറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാലും പടച്ചോൻ പറയുന്നത് 2-3 സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1000 വർഷത്തെ കണക്കാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. അതുപോലെ മലക്കുകൾ ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു പ്രവൃത്തി 50,000 വർഷത്തെ, അതായത് നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷം ആയിട്ടുള്ള ഒരു സമയത്തിനനുസരിച്ചിട്ടാണ് പോകുന്നതാണ്. അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ റിലേറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച്, അതായത് ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് സമയവും സ്ലോ ഡൗൺ ആവും. അതുപോലെ അതല്ല നോസ്ക, ഇതിലെ ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലോജിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇത് വേറെ പ്രശ്നമുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു നിരീശ്വരവാദി യുക്തിവാദിയാണ് ചോദിക്കുന്നത്, തരക്കേടില്ല. ഇത് സംഖ്യകൾ കഴിയുന്ന ഫണ്ട് വാങ്ങി പണിയെടുക്കുന്നവനോട് ഇത് വിശദീകരിച്ചിട്ട് എന്ന കാര്യം എന്നാണ് ഇപ്പൊ ഞാൻ. അതല്ല, ഇത്രയും ചോദ്യങ്ങള് സംശയങ്ങളൊക്കെ 2 മാസം കൊണ്ട് കൃത്യമായിട്ട് ഉണ്ടായെന്നുള്ളതാണ്. സാധാരണ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീ സമത്വം, അതുപോലെ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇത് ഇയാള് തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ കണ്ട് പീഡിതമായി തോന്നുന്നുള്ളൂ. കാരണം ഒരു ചെറിയ സംശയമൊന്നുമില്ല, പ്രത്യേക സംശയം തോന്നാത്ത മേഖലയില്ലെന്ന് ഒരു സാധാരണ ഗതിയിൽ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാത്ത രീതിയിലുള്ള സംശയമാണ്. ഇപ്പൊ പടച്ചവന് ഇത്രയും ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വളരെ സംഭവ്യമായിട്ടുള്ള സംഗതിയുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഈ സമയം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ പടച്ചോന് ഈ സമയം ഉണ്ടാവും. അതുപോലെ പടച്ചോൻ ഇതുപോലുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ ഈ സംഗതിയൊക്കെ സമയത്ത് സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പൊ നമ്മള് സ്പേസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സമയം എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം പടച്ചവൻ സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ ഈ സ്പേസും ടൈം ഉണ്ടായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൺഫൈൻഡ് ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരിക്കലും സംഭവ്യമല്ലാത്തൊരു സംഗതിയാണത്. അപ്പൊ ഇവര് സങ്കല്പിക്കണ ഒരു കുട്ടി ദൈവത്തെ ഇവരുണ്ടാക്കിയിട്ട് അതിനെ ആക്രമിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവന് മതം എന്തായാലും പഠിച്ചിട്ടില്ല, സയൻസും പഠിച്ചിട്ടില്ല. സയൻസ് പഠിക്കുന്നവരോട് സ്യൂഡോ സയൻസ് പഠിക്കാൻ പോയി അവൻ തന്നെ പറഞ്ഞത്. പിന്നെ ഇതൊന്നും നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ശാസ്ത്രത്തെ കുറിച്ച് കുറച്ചെങ്കിലും ബോധമുള്ള ഒരാള് എന്തുകൊണ്ടാണ് നമ്മള്, അതായത് ഇവര് വിചാരിക്കുന്നത് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്ന, ഭാവിയിൽ നിന്നും ഭൂതത്തിൽ നിന്നും ഭാവിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ആരോ ആണെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ന്യൂട്രോണിയൻ സങ്കല്പത്തിലുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ വരെ ഈ റിലേറ്റിവിറ്റിയെ കുറിച്ച് പഠിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരാൾ ചിന്തിച്ചിട്ട് ഇതുപോലെ ടൈം റിലേറ്റീവ് അല്ല, ഈ ടൈമിന്റെ സംഭവങ്ങൾക്ക് ദൈവവും പ്രവാചകനൊക്കെ ചില പടച്ചവൻ വിചാരിച്ചാൽ പോലും ഈ സമയത്തിന്റെ കൺഫൈൻമെന്റ് ഉള്ളത് പുറത്തിറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആശയാണ് ഇവർ പറയുന്നത്.